രാവിലെ തന്നെ നമ്മൾ ആടിന് പുളിയേരി വേവിക്കുകയാണ്. പിന്നെ കൂടൊക്കെ നല്ല രീതിക്ക് വൃത്തിയാക്കണം. നമ്മൾ ചുമ്മാ തൂത്തിട്ട് കാര്യമില്ല, നല്ല രീതിക്ക് വൃത്തിയാക്കി കഴിഞ്ഞാലേ രോഗങ്ങൾ വരാതിരിക്കത്തുള്ളൂ. ആടിൻ്റെ മൂത്രവും കാട്ടുമൊക്കെ വീണിട്ടാണ് ഏറ്റവും കൂടുതൽ രോഗം ആടിന് വരുന്നത്. പിന്നെ നല്ല രീതിക്ക് ഡെറ്റോളോ അങ്ങനെ എന്തെങ്കിലും പിനോയിലൊക്കെ ഉപയോഗിച്ച് നല്ല രീതിക്ക് കഴുകണം കൂട്. പിന്നെ രാവിലെ നമ്മൾ വെച്ച പുളിയേരിയും ചോറും കുറച്ച് തവിടും പിണ്ണാക്കും ഒക്കെ ആയിട്ട് നമ്മൾ ആടിന് കൊടുക്കും. ആട് നല്ല രീതിക്ക് കഴിച്ചോളും. ഇതാണ് നമ്മുടെ സിംബ്രയ്ക്ക് ഏറ്റവും ഇഷ്ടമാണ് ഇത് പുളിയേരിയൊക്കെ. നമ്മൾ നല്ല രീതിക്ക് കഴിക്കും. രാവിലെ ഇത് കൊടുത്തു കഴിയുമ്പോൾ തന്നെ ആടിനൊക്കെ നല്ല രീതിക്ക് ശരീരം വെക്കുകയും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സ്റ്റെലോൻ ഓടി വന്ന് ചീമമുറുക്കിൻ്റെ കമ്പെടുത്ത് നമ്മുടെ സിംബ്രയ്ക്ക് കൊടുക്കുന്നത്. സിംബ്രയ്ക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ചീമമുറുക്കിൻ്റെ കമ്പൊക്കെ. സ്റ്റെലോൻ്റെ എൻ്റർടൈൻമെൻറ്റും ഇതൊക്കെ തന്നെയാണ് രാവിലത്തെ. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ താഴെ നമ്മുടെ പറമ്പിൽ പോയിട്ട് ആടിനുള്ള കുളയെല്ലാം കൂടെ വെട്ടാനായിട്ട് പോയതാണ്. ഇതാണ് നമ്മുടെ ആറ്. ആറ്റിലാണെങ്കിൽ ഈ ആറ്റിലെ വെള്ളമാണ് നമ്മൾ ഏലത്തിനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഇല്ലിയുടെ മണ്ടയിൽ ഒരു കുളം ഇരുന്ന് അത് വെട്ടാൻ പോയതാണ്. കൈ നല്ല രീതിക്ക് മുറിഞ്ഞു. രാവിലെ വെയിലും ഒക്കെ ആയ കാരണത്തേക്കിന് ബ്ലഡ് നല്ലോണം വന്ന്. പിന്നെ ഈ സാധനങ്ങളെല്ലാം ആയിട്ട് വീട്ടിൽ ചെന്ന് ആടിന് ഇട്ട് കൊടുത്ത് എല്ലാ കുളയും കൊടുക്കണം ആടിന്. ഇന്നതൊന്നുമില്ല, എല്ലാം കൊടുത്ത് പഠിപ്പിക്കണം ആടിനെ. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കുളയ്ക്കൊക്കെ ക്ഷാമമാകും. പ്ലാവില മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ആട് അതേ തിന്നത്തുള്ളൂ പറഞ്ഞാൽ അത് മാത്രം കൊടുക്കരുത്. എല്ലാ സാധനവും കൊടുത്ത് പഠിപ്പിക്കണം. നമ്മളാണെങ്കിൽ കൊങ്ങിണി, പാച്ചൂറ്റിയുടെ ഇല, പ്ലാവിൻ്റെ ഇല, ആറ്റുവഞ്ചി ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും ആടിന് കൊടുക്കും. ഒന്നും വേസ്റ്റാക്കാതെ അത് കഴിച്ചോളും. ഇതാണ് സിംബ്ര. ഇത് അമ്മിണി. അമ്മയിട്ട പേരാണ് കേട്ടോ അമ്മിണിക്കൊക്കെ. ഇതാണ് അതിൻ്റെ തള്ളയാട്. അമ്മിണിയാണെന്നുണ്ടെങ്കിൽ വേറെ ആരെയും അടുപ്പിക്കത്തില്ല. സിംബ്രയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കൂടെ കൊടുക്കാനായിട്ടുള്ള ക്യാപ്പൊക്കെ ഇട്ട് അവൻ അങ്ങനെ കഴിക്കത്തുള്ളൂ. നല്ല മനുഷ്യന്മാരോടൊക്കെ നല്ല അടുത്ത് നല്ല സെറ്റപ്പായിട്ടിരിക്കുന്നതാണ് സിംബ്ര. അവനാണെങ്കിൽ വേറെ ആരെങ്കിലും അടുക്ക് ചെല്ലുമ്പോഴത്തേക്കിന് ഇടിക്കാനൊക്കെ ചെല്ലും കേട്ടോ. വേറെ ആടിനെ ഒന്നും തൊടാനായിട്ടൊന്നും അവൻ സമ്മതിക്കത്തില്ല. നമ്മുടെ സിംബ്രയുടെ റോമൊക്കെ നമ്മൾ വെട്ടി നല്ല നീറ്റായിട്ടാണ് വെക്കുന്നത്.